ഹായ് ബച്ചേ. ഗരം ഗരം ജിലേബി എന്നുള്ള പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമുക്കിനി നോക്കേണ്ടത് അല്ലേ? അപ്പോൾ അതിനു മുന്നേ ഞാൻ നിങ്ങളോട് കുറച്ച് സവാലുകൾ ചോദിക്കട്ടെ? ക്യാ മേ ആപ്സെ ചന്ദ് സവാലാത് കരേ? കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലോ? ചോദിക്കട്ടെ. അപ്പോൾ വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ് കേട്ടോ. നിങ്ങളിൽ ആരൊക്കെയാണ് ഭക്ഷണം പാഴാക്കുന്നത് നിർത്തിയവർ? എന്നുവെച്ചാൽ ഭക്ഷണം വേസ്റ്റാക്കാതെ മുഴുവൻ പ്ലേറ്റും വൃത്തിയായി കഴിക്കുന്ന ആൾ. പ്ലേറ്റ് കഴിക്കുക എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. തരുന്ന ഭക്ഷണം മുഴുവനും കഴിക്കാൻ തുടങ്ങിയ എത്ര പേരുണ്ട്? ഓ ശബാഷ്, എല്ലാവരും ഭക്ഷണം പൂർണ്ണമായി കഴിക്കാൻ തുടങ്ങി, വേസ്റ്റാക്കുന്നില്ല അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ എത്ര പേര് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്? ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ വന്ന് ഭക്ഷണം ചോദിക്കുകയാണെങ്കിൽ കൊടുക്കുമെന്ന് തീരുമാനമെടുത്തവർ ആരൊക്കെയാ? ശബാഷ്, എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? ഞങ്ങൾ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ കൊടുക്കാൻ തുടങ്ങി എന്ന്. ഓ നല്ല കാര്യം അല്ലേ? കാരണം നമുക്ക് മാത്രമല്ല വിശപ്പുള്ളത് അല്ലേ? നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പട്ടി, പൂച്ച, നായ അല്ലേ, പിന്നെ കാക്കകൾ, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. എന്തിനാ പറയുന്നത്? ഉറുമ്പിന് വരെ നമുക്ക് ആഹാരം കൊടുക്കാൻ കഴിയും അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും ഭക്ഷണം പാഴാക്കുന്നില്ല, അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താലീമി സർഗർമികൾ നോക്കാം. ഓക്കെ, നോക്കൂ. താലീമി സർഗർമിയ പഠന പ്രവർത്തനങ്ങൾ. കഹാനി ഗരം ഗരം ജിലേബി ഔർ സേ പഠിയേ. എന്താ ചെയ്യേണ്ടത്? ഗരം ഗരം ജിലേബി എന്നുള്ള പാഠഭാഗം ശ്രദ്ധയോടുകൂടെ വായിക്കുക. ഇനി ഇതിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കൂ. ഹം ഇസ് സവാലാത് കാ ജവാബ് ലിഖ്നാ ഹേ. देखिए पहला सवाल, नंदू के घर में नाश्ता के लिए सिर्फ एक रोटी थी. नंदू ने रोटी का टुकड़ा अप्पू को खिलाया. बच्चों, नंदू की जगह अगर आप है तो क्या करेंगे? എന്താണ്? ക്യാ ആപ്കോ ഈ സവാൽ സംജാ ഹേ? മനസ്സിലായോ? എന്താ പറഞ്ഞേ? നന്ദു കെ ഘർ മേ, നന്ദുവിൻ്റെ വീട്ടിൽ നാഷ്താ കെ ലിയേ സിർഫ് ഏക് റോട്ടി തീ. നാഷ്താ കെ ലിയേ ഒരു റൊട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? നന്ദുവിനെ റോട്ടി കാ ടുക്കട അപ്പു കോ കിലായ. നന്ദു റോട്ടി കാ ടുക്കട അപ്പുവിന് കൊടുത്തു അല്ലേ? അപ്പുവിനെ കഴിപ്പിച്ചു. ബച്ചോ, നന്ദു കി ജഗ അഗർ ആപ്പ് ഹേ തോ ക്യാ കരേങ്കെ. നന്ദുവിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ കുട്ടികളെ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളാണെങ്കിൽ എന്താണ് ചെയ്യുക? നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുമോ? ഓ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, സാഹോദര്യ സ്നേഹം വളരെ കൂടുതലാണല്ലേ? അപ്പം ഞാനാണെന്നുണ്ടെങ്കിലും എന്തു ചെയ്യും? നമ്മുടെ സഹോദരനെ കഴിപ്പിക്കും, അല്ലെങ്കിൽ അപ്പുവിന് ആ റൊട്ടി കൊടുക്കും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം ഒന്ന് എഴുതി നോക്കിയാലോ? എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാം അല്ലേ? നന്ദുവിനെ പോലെ തന്നെ നിങ്ങളും ചെയ്യും എന്നല്ലേ നിങ്ങൾ എഴുതുന്നത്? അതെ. ഒരു പക്ഷേ നന്ദുവിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് എന്താ എഴുതേണ്ടത്? ഞാനാണെങ്കിലും നന്ദുവിനെ പോലെ ഈ റൊട്ടിയുടെ കഷ്ണം അപ്പുവിന് തന്നെ കൊടുക്കും അല്ലേ? അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാമല്ലോ. മേ ബി ഞാനും നന്ദു കി തര रोटी का टुकड़ा अप्पू को खिलाऊं. അല്ലേ? ഞാനും നന്ദുവിനെ പോലെ റൊട്ടിയുടെ കഷ്ണം അപ്പുവിനെ കഴിപ്പിക്കും. ഓക്കെ, ഇനി അടുത്ത സവാൽ നോക്കാം. അഗ്ലാ സവാൽ देखिए. अगला सवाल क्या है? जिलेबी देखकर नंदू के दिल में क्या क्या ഖയാലാत ഉബർ ആയേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജിലേബി കണ്ടിട്ട് നന്ദുവിൻ്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളായിരിക്കും വന്നിട്ടുണ്ടാവുക? എന്തായിരിക്കും? നന്ദുവിന് ജിലേബി കിട്ടിയില്ലേ? ഒരാൾ വാങ്ങിക്കൊടുത്തില്ലേ? ആ ജിലേബി കണ്ട് നന്ദു എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ? വേണമെന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തെ വിളിച്ചിട്ടുണ്ടാവും അല്ലേ? എന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ദൈവമേ,
ജിലേബി കിട്ടിപ്പോയി അല്ലേ, ഞാൻ പെട്ടെന്ന് തന്നെ ഇതെൻ്റെ അപ്പൂവിന് കൊണ്ടുപോയി കൊടുക്കണം അല്ലേ. അവനവിടെ വിശന്നിട്ട് കരഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. എന്തായിരിക്കും എഴുതുക? ഹായ് ഹുദ അല്ലേ. ഹായ് ഹുദ, മുझे जिलेबी मिला है, मैं जल्दी ये जिलेबी അപ്പു കോ ദേനാ ഹെ അല്ലേ. എനിക്ക് വേഗം ഈ ജിലേബി എന്ത് ചെയ്യണം? അപ്പുവിന് കൊടുക്കണം അല്ലേ. അത് തന്നെയായിരിക്കില്ലേ ചിന്തിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോൾ അഗ്ലാ സവാൽ, അടുത്ത സവാൽ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്താ? അപ്പു കോ ഖുഷി ഖുഷി ജിലേബി ഖാത്തെ ദേഖ് കർ നന്ദു ബഹുത്ത് ഖുഷ് ഹുവ ക്യോ അല്ലേ. എന്താ ചോദിച്ചിരിക്കുന്നത്? അപ്പു സന്തോഷത്തോടെ ജിലേബി കഴിക്കുന്നത് കണ്ടിട്ട് നന്ദുവിന് വളരെ സന്തോഷമായി. കാരണം എന്താണ്? കാരണം എന്താ? ഇത്രയും നേരം നമ്മുടെ അപ്പു അല്ലേ ഭക്ഷണം കിട്ടാതെ വിശന്ന് കരയുകയായിരുന്നു അല്ലേ. അപ്പോൾ അവൻ്റെ ആ വിശപ്പ് മാറ്റാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് അത്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഉത്തരം എഴുതാം അല്ലേ. എഴുതി നോക്കാം. ക്യോങ്കെ ഇത്തനെ വക്ത്, ഇത്രയും സമയം അപ്പൂനെ ഭൂക്ക് കി വജഹ സെ, ഭൂക്കിൻ്റെ കാരണം വിശപ്പ് കാരണം അല്ലേ, ഭൂക്ക് കി വജഹ സെ रोते थे, लेकिन अब रोना ഖത്തം കർക്കെ എന്ത് ചെയ്യുന്നു? ഹസ്താ ഹെ, ചിരിക്കുന്നു അല്ലേ. അതാണ് നമ്മൾ എഴുതിയത്. ക്യോങ്കെ ഇത്രയും സമയം അപ്പു വിശപ്പ് കാരണം കൊണ്ട് കരയുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? കരച്ചിൽ നിർത്തിയിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ആ ചിരി കണ്ടിട്ടാണ് നമ്മുടെ നന്ദുവിന് സന്തോഷമായത്. ഓക്കെ, അടുത്ത പ്രവർത്തനം നോക്കൂ. കഹാനി കാ ഹിസ്സ ഔർ സേ പഠിയേ ഓർ ഇഷാറോं की मदद से സവാലാത്ത് തയ്യാർ കീജിയെ. എന്താ പറഞ്ഞത്? കഥ അല്ലേ. കഹാനി എന്ന് പറഞ്ഞാൽ കഥയാണ്. കഥയുടെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുക. എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ഈ സൂചനകളുടെ സഹായത്താൽ സവാലാത്ത് ചോദ്യങ്ങൾ തയ്യാറാക്കണം. ഇങ്ങനെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. നമ്മൾ 7ാം ക്ലാസ്സിലെ കുട്ടികളാണ്. ഇത്രയേ ഉള്ളൂ. കഥ തന്നിട്ടുണ്ട്. ആ കഥയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ചോദ്യപദങ്ങൾ കൊടുത്തിട്ടുള്ളത്? കൈസേ, കഹാ, ഖോൻ, കിത്തന. എന്താണ് ഈ കൈസേ? കൈസേ നമുക്കറിയാം അല്ലേ. എങ്ങനെ. കഹ എന്ന് പറഞ്ഞാൽ എവിടെ, കോൻ ആര്, കിത്തന എത്ര. ഇനി കഥയിലെ ഭാഗം തന്നത് ഏതാണ് നോക്കാം. നന്ദു 10 साल का लड़का था, वो अपने छोटे भाई അപ്പു കോ ബഹുത്ത് പ്യാർ കർത്താ था. നമ്മുടെ ഇതേ ഗരം ഗരം ജിലേബിയുടെ അതേ പാഠഭാഗം തന്നെയാണ് അല്ലേ. തുടക്കമാണ് തന്നിരിക്കുന്നത്. നന്ദു 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. അവൻ അവൻ്റെ ചെറിയ അനുജൻ അല്ലെങ്കിൽ അവൻ്റെ അനുജനായ അപ്പുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഉൻകെ അബ്ബ 3 साल പഹലെ മർ ഗയേ തേ. അവൻ്റെ അച്ഛൻ 3 വർഷം മുന്നേ മരിച്ചിരുന്നു. മാ ജാനു കൈ സാൽ സെ ബീമാർ തേ. അമ്മയായ ജാനു കുറച്ച് വർഷങ്ങളായിട്ട് രോഗിയായിരുന്നു. ഈ ബഞ്ചാരെ ലോഗ് ഷഹർ കെ കരീബ് എക് പുൽ കെ നീച്ചെ ജോംബടി മേ രഹത്തെ തേ. എന്താ പറഞ്ഞത്? ഈ ദരിദ്രരായ ആളുകൾ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യർ പട്ടണത്തിനടുത്തുള്ള ഒരു പാലത്തിന് താഴെ ഒരു കുടിലിലാണ് താമസിച്ചിരുന്നത്. ജാനു ഗലി ഗലി മേ ഗീത് ഗാക്കർ ജിന്ദഗി ഗുസാർത്തി തി. ജാനു തെരുവുകളിൽ അല്ലെങ്കിൽ എന്താ പറയുക ഇടവഴികൾ എന്നൊക്കെ പറയില്ലേ അല്ലേ, തെരുവുകളിലെല്ലാം പാട്ട് പാടിയിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഈ ഭാഗത്തിൽ നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ചോദ്യം തയ്യാറാക്കാനായി
ഓരോ സെൻറ്റൻസ് ആയി എടുത്ത് നോക്കാം, ഓരോരോ ജുംലകളായി നോക്കാം. നോക്കൂ, ആദ്യത്തെ ജുംല നന്ദു 10 സാൽക്കാൽ എടുക്കാത്ത എന്നാണ്. നന്ദു 10 വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു. അപ്പം ഇതിൽ നമുക്ക് ഏത് ചോദ്യപദമാണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുക? എങ്ങനെ, എവിടെ, ആര്, എത്ര, ഇതിലേത് ഉപയോഗിക്കാം? നമുക്ക് കിത്തന ഉപയോഗിച്ച് നോക്കാം അല്ലേ? എത്ര. നോക്കൂ, നന്ദു 10 സാൽക്ക ലടുക്കാത്ത. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നന്ദു ഈ 10ന് പകരം ഈ 10 വയസ്സ് അല്ലേ, 10 വയസ്സ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉത്തരമായി വരിക. അതിനെ നമുക്ക് മാറ്റിയിട്ട് നന്ദു കിത്തന സാൽക്കാൽ എടുക്കാത്ത എന്ന് ചോദിച്ചൂടെ? ചോദിക്കാൻ കഴിയും. വളരെ സിമ്പിളാണ് അല്ലേ? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 10നെ ഒഴിവാക്കുന്നു, എന്നിട്ട് നന്ദു കിത്തന സാൽക്ക ലടുക്കാത്ത. അപ്പോൾ എന്നിട്ട് ഒരു ചോദ്യം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചോദ്യമായി. വളരെ സിമ്പിളായി തയ്യാറാക്കാം. കണ്ടോ? നന്ദു കിത്തന സാൽക്ക ലടുക്കാത്ത. ഓക്കെ, അപ്പോൾ ഈ കിത്തന വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇനി അടുത്ത ജുംല നോക്കൂ. വോ അപ്പിനെ ചോട്ടെ ബായ് അപ്പു കോ ബഹുത് പ്യാർ കർത്താ താ. ഇതിൽ നിന്ന് എന്ത് ചോദ്യമായിരിക്കും തയ്യാറാക്കാൻ പറ്റുക? ഇതിൻ്റെ അർത്ഥം നമുക്കറിയാലോ. അവൻ അവൻ്റെ അനുജനായ അപ്പുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ ചോദിക്കാം അല്ലേ? എന്താ പറയുക, നമ്മുടെ നന്ദുവിൻ്റെ ചോട്ടെ ബായി ആരായിരുന്നു എന്ന് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആരാണ് അപ്പുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നത് എന്നും ചോദിക്കാം. നോക്കൂ, അപ്പോൾ ആര് എന്നുള്ളതിനുള്ള വാക്ക് കോനാണ് അല്ലേ? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. അപ്പു കോ കോൻ ബഹുത്ത് പ്യാർ കർത്താത്ത. അപ്പു കോ കോൻ ബഹുത്ത് പ്യാർ കർത്താത്ത എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പുവിനെ ആരാണ് വളരെയധികം സ്നേഹിച്ചിരുന്നത്? ഒരു ചോദ്യമാകും. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. വോ അപ്പിനെ ചോട്ടെ ബായി അപ്പു കോ ബഹുത്ത് പ്യാർ കർത്താത്ത എന്നുള്ളതിനെ നമുക്ക് വേറെ രീതിയിലും ചോദിക്കാം. കോൻ അപ്പിനെ ചോട്ടെ ബായി അപ്പു കോ ബഹുത്ത് പ്യാർ കർത്താത്ത. ആരാണ് തൻ്റെ അനുജനായ അപ്പുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നത്? മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അടുത്തത് നമുക്കിനി കഹാം അതുപോലെ തന്നെ കൈസയാണ് ഉള്ളത്. നോക്കാം അല്ലേ? കഹാ വെച്ചിട്ടും കൈസയെ വെച്ചിട്ടുമുള്ള ചോദ്യങ്ങൾ. ഇതിൻ്റെ ഇടയിൽ വേറെ സെൻറ്റൻസുകളും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പക്ഷേ ഇതിൽ നിന്നല്ല തയ്യാറാക്കുന്നത്. ഈ സെൻറ്റൻസിൽ നിന്നാണ് ചോദ്യം തയ്യാറാക്കി കാണിക്കുന്നത്. നോക്കൂ. ये बंजारे लोग शहर के करीब एक पुल के नीचे झोंपड़ी में रहते थे. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം ചോദ്യം? ये बंजारे लोग कहाँ रहते थे. ये बंजारे लोग कहाँ रहते थे. മനസ്സിലായോ? ഇത്രയും മതി. ഈ ബാക്കി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ല. ये बंजारे लोग कहाँ रहते थे. ഇത്രയും ചോദിച്ചാൽ മതി. ഈ ദരിദ്രരായ ആളുകൾ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ആളുകൾ എവിടെയാണ് താമസിച്ചിരുന്നത്? ഇനി അടുത്തത് കൈസയെ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ജാനു ഗലി ഗലി മേ ഗീത് ഗാക്കർ ജിന്ദഗി ഗുസാർത്തി തി എന്നാണ് അല്ലേ? ജാനു വഴികളിലൊക്കെ പാട്ട് പാടിയിട്ട് ആണ് ആ ഒരു ഇതുകൊണ്ടാണ് അവർ ജീവിച്ചിരുന്നതെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? വോ അല്ലെങ്കിൽ എങ്ങനെ നന്ദു ഓർ ഉസ്കാ ഹാൻദാൻ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ये बंजारे लोग എന്ന് തന്നെ വീണ്ടും ചോദിക്കാം. ഇങ്ങനെ നോക്കാം നമുക്ക്. ये बंजारे लोग कैसे പിന്നെ ഈ ജിന്ദഗി ഗുസാർത്തെ थे. ഈ പാവപ്പെട്ട ആളുകൾ എങ്ങനെയായിരുന്നു ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നത്? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസുകളിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഉത്തരമായിട്ട് നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വരുന്ന ഉത്തരം ഉണ്ടാകുമല്ലോ. ആ ഉത്തരം വരുന്ന ആ പദം മാറ്റിയിട്ട് അതിന് പകരമായി ചോദ്യപദം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പറ്റും. പക്ഷേ അതിന് മുന്നേ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഭാഗം കൃത്യമായി വായിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കണം. എന്നിട്ട് സ്വയം നമ്മൾ തന്നിരിക്കുന്ന ഹിൻറ്റുകൾ വെച്ചിട്ട് ചോദ്യങ്ങൾ മലയാളത്തിൽ ചോദിക്കുക. എന്നിട്ട് ചോദ്യപദങ്ങൾ അതിന് ഉത്തരമായി നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി വരുന്ന ഭാഗം മാറ്റിയിട്ട് അതിന് പകരം ചോദ്യപദങ്ങൾ കയറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും.
എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കൂ, നന്ദു 10 സാൽക്കാൽ എടുക്കാത്ത അല്ലേ, നന്ദു 10 വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു. അപ്പം നമ്മൾ ഇതെന്ന് ചോദിച്ച ചോദ്യം നന്ദു എത്ര വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു എന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ആ 10 എന്നുള്ള ഉത്തരം അല്ലേ, ആ 10 എന്നാണ് ഉത്തരം വരിക. 10 മാറ്റി അതിനുശേഷം എന്ത് ചെയ്തു, നന്ദു ഇവിടെ ചോദ്യപദമായിട്ടുള്ള കിത്തന എഴുതി. കിത്തന സാൽക്കാൽ എടുക്കാത്ത. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കാൻ കഴിയും. ओके, अगला सवाल देखिए बच्चों. कहानी गरम गरम जलेबी आपको कैसे लगी? इसमें कितने किरदार हैं? कौन सा किरदार आपको पसंद आया? इस किरदार के बारे में നോട്ട് ലിഖി. ഒരു വലിയ ചോദ്യമാണല്ലേ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? കഹാനി ഗരം ഗരം ജിലേബി. ഗരം ഗരം ജിലേബി എന്നുള്ള കഥ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഇതിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്? ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ആ കഥാപാത്രത്തെക്കുറിച്ച് നോട്ട് തയ്യാറാക്കുക. ചോദ്യം കാണുമ്പോൾ വളരെ വലുതാണെങ്കിലും അത്ര വലുതായിട്ട് എഴുതാനില്ല അല്ലേ. നമുക്ക് ഈ കഥയിലുള്ള കഥാപാത്രങ്ങളുടെ പേരെഴുതണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ കഥ ഇഷ്ടപ്പെട്ട കഥാപാത്രം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണോ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനെക്കുറിച്ച് നോട്ടും തയ്യാറാക്കണം. അപ്പോൾ ഇതിൽ ഏതൊക്കെ കഥാപാത്രങ്ങളാണ് ഉള്ളത് അതെന്ന് ആദ്യം പറയാം. നന്ദു ഉണ്ടായിരുന്നു, പിന്നെ അപ്പു ഉണ്ട്, പിന്നെ മാ ഉണ്ട് അല്ലേ, മാ ജാനു ഉണ്ട്, അതേപോലെ തന്നെ ദുക്കാൻദാർ ഉണ്ട്, പിന്നെ ആരുണ്ട്, നേക്കാദമി ഉണ്ട് അല്ലേ. ഇത്രയും പേരുണ്ട്. ഇതിൽ ഏകദേശം എല്ലാ കഥാപാത്രത്തെയും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. പക്ഷേ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? ചിലവർ നന്ദുവിനെ പറയും. കാരണം എന്താ, നന്ദു തൻ്റെ അനുജനെ വളരെയധികം സ്നേഹിച്ചിരുന്നു അല്ലേ. നന്ദു അപ്പനെ ബായിക്കോ बहुत प्यार करता था. पिन्यो वो अपने बाई के बुक को अपने बुक से ज़्यादा अहमियत देते हैं അല്ലേ. എന്നുവെച്ചാൽ എന്താ പറഞ്ഞത്, നന്ദു അവൻ്റെ അനുജനായ അല്ലെങ്കിൽ അവൻ്റെ അനുജനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ സഹോദരൻ്റെ വിശപ്പിനെ തൻ്റെ വിശപ്പിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. അപ്പോൾ നന്ദുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ എഴുതാം. ഇനി അപ്പുവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം അല്ലേ, അമ്മയെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. ദുക്കാൻദാറിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ? ഇല്ല അല്ലേ. കാരണം എന്താ, അതെ, ദുക്കാൻദാർ ഒരിക്കലും മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാളായിരുന്നു അല്ലേ. അതെ, അതുകൊണ്ടാണ് വിശന്ന് വലഞ്ഞ നന്ദു അവിടെ പോയി ഒരു ജിലേബി തരുമോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞത്, ജാവോ ഹട്ട് ജായ ഹാസേ അല്ലേ, പോ എന്ന് പറഞ്ഞ് അവർ നാട്ടിവിട്ട ആളാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് അവരെ ഇഷ്ടപ്പെടാൻ കഴിയില്ല അല്ലേ. ഇനി അടുത്തത് ഇതിലെ ഏറ്റവും നല്ലൊരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് ഈ കഥയിൽ ഇഷ്ടപ്പെട്ട ആൾ ഈ നേക്കാദമിയാണ്. അപ്പം നേക്കാദമിയെ ഇഷ്ടപ്പെടാനുള്ള കാരണം എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് എഴുതി നോക്കാം. നേക്കാദമിയെക്കുറിച്ചും കൂടി ഒന്ന് എഴുതി നോക്കാം. നേക്കാദമിയെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത്, നമുക്ക് എല്ലാ കഥാപാത്രത്തിനെ കുറിച്ചും ഇങ്ങനെ തന്നെ എഴുതാം കേട്ടോ. തുടക്കം ഇങ്ങനെ എഴുതാം, മുझे इस कहानी का किरदार नेक आदमी को बहुत पसंद हुआ. നന്ദുവിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതും, മുझे इस कहानी का किरदार നന്ദു को बहुत पसंद हुआ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ക്യോങ്കി കാരണം എന്താ, ഉനോനെ बेचारे नंदू को जलेबी खरीद कर दिया है. उन्होंने दूसरों का दुख दर्द
अच्छी तरह समझते हैं और उनका मदद भी करते हैं. എന്താ എഴുതിയത്? എനിക്ക് ഈ കഥയിലെ നേക്ക് ആദമിയുടെ കഥാപാത്രമാണ് ഇഷ്ടമായത്. കാരണം എന്തുകൊണ്ടെന്നാൽ എന്താണ്? അദ്ദേഹം പാവപ്പെട്ട നമ്മുടെ നന്ദുവിന് ജിലേബി വാങ്ങിക്കൊടുത്തു. അദ്ദേഹം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ദുഃഖവും വിഷമവുമൊക്കെ വേദനയുമൊക്കെ നന്നായി മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതാണ് എഴുതിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സവാൽ നോക്കാം. നോക്കൂ, അടുത്ത സവാൽ. सेहत के लिए कुव्वत बख्श अज़ा की ज़रूरत होती है. तंदुरुस्ती कायम रखने के लिए कौन कौन सी अज़ाएँ ज़रूरी है? നോട്ട് ലിഖിയെ. എന്താ പറഞ്ഞത്? ആരോഗ്യത്തിനായിട്ട് പോഷകാഹാരങ്ങൾ അത്യാവശ്യമാണ്. നമുക്കറിയാലോ, ആരോഗ്യത്തിനായിട്ട് നമ്മൾ പോഷകാഹാരങ്ങൾ കഴിക്കണം അല്ലേ? അതെ. ഇനി തന്ദുരസ്തി കായം രഖ്നേക്കലി, ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ നിലനിർത്താനായിട്ട് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ആവശ്യം? ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ആരോഗ്യം നിലനിർത്താനായിട്ട് കഴിക്കേണ്ടത്? നോട്ട് ലിഖിയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് തയ്യാറാക്കുക. എന്നിട്ട് ഇവിടെ ഇഷാറയെ കൊടുത്തിട്ടുണ്ട്. അണ്ടേ. അണ്ടേ എന്ന് പറഞ്ഞാൽ മുട്ടയാണ് കേട്ടോ, എഗ്ഗ്. സബ്സിയ എന്ന് പറഞ്ഞാൽ പച്ചക്കറികളാണ്. ഗോഷ്ത് മാംസമാണ്. ഫൽ പഴങ്ങളാണ്. ഇനാജ് ധാന്യം. ദൂത് പാൽ. മച്ലിയ എന്ന് പറഞ്ഞാൽ മീനുകൾ. മക്കൻ എന്ന് പറഞ്ഞാൽ വെണ്ണ. നമുക്കറിയാം, ഈ തന്നിരിക്കുന്ന ഇഷാറയിൽ തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ആരോഗ്യത്തിനായിട്ടുള്ള പോഷകാഹാരങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ? ഇതിൽ നിന്നൊക്കെ ഒരുപാട് പ്രോട്ടീനുകളും വിറ്റാമിൻസും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഇനാജ് എന്നൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൽ കുറേ പ്രോട്ടീൻസ് ഉണ്ട്. മുട്ടയിലുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻസ് ഉള്ളതുണ്ട് അല്ലേ? നമ്മുടെ പൽ, അതുപോലെ തന്നെ സബ്സികൾ, പച്ചക്കറികൾ, ഇതിനൊക്കെ നമുക്ക് എന്താ കിട്ടുന്നത്? വൈറ്റമിൻസ് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ട അതേപോലെ തന്നെ മീൻ, ഇതിന്നൊക്കെ മിനറൽസ് ഒക്കെ ലഭിക്കുന്നുണ്ട് അല്ലേ? നമുക്കറിയാം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്, ഇത്രയും ആണ് നമുക്ക് നമ്മുടെ പോഷകങ്ങൾ, ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട പോഷകങ്ങൾ. ഇതിൽ നിന്ന് ഓരോന്നിൽ നിന്നും ഇതൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയായ രീതിയിൽ നമുക്ക് ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു നോട്ട് തയ്യാറാക്കണം. ഒന്ന് നോക്കാം അല്ലേ? നമ്മൾ നോട്ട് ഇങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. നോക്കൂ. തന്ദുരസ്തി കായിം രഖ്നെ കെ ലിയെ കുവ്വത്ത് ബഹഷ് അസായി ജരൂരി ഹെ. ആരോഗ്യം നിലനിർത്താനായിട്ട് പോഷകാഹാരങ്ങൾ അത്യാവശ്യമാണ്. വോ ഹമാരെ ജിസ്മാനി ഓർ സഹനി കുവ്വത്ത് കോ ബഡാത്തേ ഹെ. അത് നമ്മുടെ പോഷകാഹാരങ്ങൾ നമ്മുടെ ശാരീരിക അതുപോലെ തന്നെ മാനസിക ശേഷികൾ വർദ്ധിപ്പിക്കുന്നു. മാനസികമായി നമ്മുടെ എന്താ പറയുക, കുവ്വത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ശക്തി എന്ന് പറയാം അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശരീരത്തിൻ്റെ വളർച്ച, അതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്കും നേട്ടത്തിനുമൊക്കെ സഹായകരമാണ് ഈ പോഷകാഹാരങ്ങൾ. ബീമാരോൻ സേ ലഡ്തേ ഹേ അല്ലേ? വോ ഈ പോഷകാഹാരങ്ങൾ രോഗത്തിനെതിരായിട്ട് പൊരുതുന്നു, അഥവാ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു. പിന്നെ അണ്ടേ, മച്ലിയ, ഗോഷ്ത്, ഫൽ, സബ്സിയ, ഇനാജ്, ദൂത് ഓർ മക്കൻ കുവ്വത്ത് ബഹഷ് അസായെ മേ ഷാമിൽ ഹേ. ഇതെല്ലാം അണ്ട, അതുപോലെ തന്നെ മീൻ, മാംസം, പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പാല്, വെണ്ണ, ഇതെല്ലാം നമ്മുടെ പോഷകാഹാരങ്ങളിൽ ഉൾപ്പെടുന്നു. ഉനോൻസെ അല്ലെങ്കിൽ ഇനോൻസെ ഹമാരെ ജിസ്മ കെ ലിയെ വിറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ് വഇറ മിൽത്തേ ഹെ. ഇവ കൊണ്ട് നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ് തുടങ്ങിയവയൊക്കെ ലഭിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അഗല സവാൽ. ബച്ചോ, कहानी गरम गरम जलेबी आपने पढ़ी है ना? अगर दुकानदार की जगह आप है तो नंदू से कैसे सलूक करेंगे? राय पेश कीजिए. എന്താ പറഞ്ഞത് കുട്ടികളെ? ഗരം ഗരം ജിലേബി അല്ലേ? അത് നിങ്ങൾ വായിച്ചല്ലോ, ആ കഥ നിങ്ങൾ വായിച്ചല്ലോ. ഒരു പക്ഷേ നിങ്ങളാണ് ആ കടക്കാരൻ്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ നന്ദുവിനോട് എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക? നിങ്ങളുടെ അഭിപ്രായം അവതരിപ്പിക്കാനാണ് പറയുന്നത്.
നിങ്ങളാണ് ദുഃഖാന്താറിന് പകരമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുമോ ചെയ്യുക? ആട്ടിവിടുമോ നന്ദുവിനെ? ഇല്ല അല്ലേ? പകരം നന്ദുവിന് എന്ത് ചെയ്യും? ഒരു ജിലേബിക്ക് പകരം നമ്മൾ അവന് വേണ്ട 1 2 3 ഒക്കെ കൊടുത്തേനെ അല്ലേ? കൊടുക്കില്ലേ? അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ? അങ്ങനെ എഴുതാം. അഗർ നോക്കൂ, അടുത്ത സവാൽ. बच्चों कहानी गरम गरम जिलेबी आपने पढ़ी है ना? अगर दुकानदार की जगह आप है तो नंदू से कैसे सलूक करेंगे? राये पेश कीजिए. എന്താ പറഞ്ഞത്? കുട്ടികളെ, ഗരം ഗരം ജിലേബി എന്ന കഥ നിങ്ങൾ വായിച്ചില്ലേ? ഒരു പക്ഷേ കടക്കാരൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നന്ദുവിനോട് നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക? രായെ പേഷ് കീജിയെ, നിങ്ങളുടെ അഭിപ്രായം അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ദുക്കാൻദാറിൻ്റെ മാതിരിയാണോ പെരുമാറുക? അല്ല, ഒരിക്കലുമല്ല അല്ലേ? അവൻ ആട്ടി ഓടിക്കില്ല. പകരം എന്ത് ചെയ്യും? നമ്മളാണെന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ ഒരു ജിലേബി ചോദിച്ചതിന് പകരമായിട്ട് അവൻ്റെ വീട്ടിൽ എത്ര പേരുണ്ടോ അത് ചോദിച്ച് നമ്മൾ കൊടുക്കുമായിരിക്കും അല്ലേ? 1 2 ജിലേബികൾ കൊടുക്കുമായിരിക്കും. അല്ലെങ്കിൽ ചുരുങ്ങിയത് അവൻ ചോദിച്ച ഒരു ജിലേബിയെങ്കിലും നമ്മൾ എന്തായാലും കൊടുക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് എഴുതി നോക്കാം. എങ്ങനെ എഴുതാം നോക്കൂ. അഗർ दुकानदार की जगह में है तो मैं नंदू को അല്ലെങ്കിൽ നന്ദു സേ അച്ചി സലൂക്ക് കരേങ്കി, നന്നായി പെരുമാറും അല്ലേ? മേ ഉസേ ജിലേബി ജരൂർ ദേങ്കി, അല്ലേ? തീർച്ചയായും കൊടുക്കും. ഇത്രയും മതി എന്തായാലും അല്ലേ? ഞാനായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും എന്ത് ചെയ്യും? അവന് ജിലേബി കൊടുക്കും. ഇനി അടുത്ത സവാൽ നോക്കാം. ഇനി നോക്കൂ. നീച്ചെ ദിയെ അൽഫാസ് കോ പഠിയെ ഓർ ഉൻകി മദദ് സെ ജുംലെ ബനായി. താഴെ തന്നിരിക്കുന്ന വാക്കുകൾ വായിച്ചിട്ട് അവയുടെ സഹായത്താൽ ജുംല തയ്യാറാക്കുക. കെ പാസ്, കെ നീച്ചെ, കെ കിനാരെ, കെ ബാഹർ, കെ ലിയെ. എന്താ ഈ കെ പാസ്? അടുത്ത് അല്ലേ? ഇതാ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ളൊരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നന്ദു ദുക്കാൻ കെ പാസ് കടാരഹ. നന്ദു കടയുടെ അടുത്ത് നിന്നു അല്ലേ? അപ്പോൾ ഡേ അടുത്ത്, കെ അല്ലേ? ഇൻ്റെ, കേ, കാക്കി എന്നൊക്കെ ഉണ്ടല്ലോ. കാക്കി, കെ, അതിൻ്റെയൊക്കെ ഇൻ്റെ, ഉടെ എന്നൊക്കെയുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് കടയുടെ അടുത്ത് നിന്നു. ഇനി കെ നീച്ചെ, കെ കിനാരെ, കെ ബാഹർ എന്നൊക്കെ വെച്ചിട്ട് ഉള്ളതാണ്. കെ നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ, കെ നീച്ചെ അതിൻ്റെ താഴെ എന്നൊക്കെ പറയില്ലേ? കെ കിനാരെ തീരത്ത്, കെ ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്. അതുപോലെ തന്നെ കെ ലിയെ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി. അപ്പോൾ ഇനി നോക്കാം, നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ ഇതൊക്കെ വെച്ചിട്ടുള്ള വാചകങ്ങളുണ്ട്. അതും കൂടി നമുക്കൊന്ന് എഴുതി നോക്കാം. നോക്കൂ, കെ നീച്ചെ അല്ലേ? അതിൻ്റെ താഴെ എന്ന് വെച്ചിട്ടുള്ളൊരു സെൻറ്റൻസ് ഉണ്ടായിരുന്നല്ലോ. നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? നന്ദു പുൽക്കെ നീച്ചെ രഹത്തെ. നന്ദു പാലത്തിൻ്റെ താഴെയായിരുന്നു താമസിച്ചിരുന്നത്. കെ കിനാരെ എന്ന് വെച്ച് എഴുതാം. സടക്ക് കെ കിനാരെ ഏക്ക് ജിലേബി കി ദുക്കാൻ ഹേ. റോഡിനടുകിൽ ഒരു ജിലേബി കടയുണ്ടായിരുന്നു. കെ ബാഹർ നന്ദു ഗർ കെ ബാഹർ ആയ. നന്ദു വീട്ടിൻ്റെ അല്ലെങ്കിൽ ജോമ്പടി കെ അല്ലെങ്കിൽ ഗർ കെ ബാഹറായ വീടിൻ്റെ പുറത്ത് വന്നു. അല്ലെങ്കിൽ ജോമ്പടി കെ ബാഹറായ എന്ന് എഴുതിയാലും മതി കേട്ടോ. ജോമ്പടി കുടിലിന് പുറത്തേക്ക് വന്നു. ജോമ്പടി കെ ബാഹർ നമുക്ക് ശരിയാക്കി എഴുതാം അല്ലേ? നന്ദു झोंपड़ी के बाहर आया. നീ കേലിയെ എന്ന് വെച്ചാൽ എന്തെഴുതാം? നമുക്കിതെഴുതാം.
नाश्ता के लिए സിർഫ് ഏക്ക് റോട്ടി തീ അല്ലേ, സിർഫ് ഏക്ക് റോട്ടി തീ. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ്. ഇതിൽ ഈ കെ ബാഹറിന് പകരം സേ ബാഹറാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ആ സെൻറ്റൻസ് ഒന്ന് മാറ്റി എഴുതിയതാണ്. ഇനി നമുക്കതിൻ്റെ അടുത്ത സർഗർമി കൂടെ നോക്കാം. ഇനി ദീഗർ സർഗർമിയാണ് അഥവാ തുടർ പ്രവർത്തനം. कहानी गरम गरम जलेबी आपको कैसे लगी? इस तरह की कहानियाँ गोशा मुतालिया की मदद से जमा करके क्लास में पेश कीजिए. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഗരം ഗരം ജിലേബിയെ പോലെയുള്ള സമാനമായ കഥകൾ ശേഖരിച്ചിട്ട് അവ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. അപ്പോൾ ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. അടുത്ത പാഠഭാഗവുമായി വീണ്ടും വരാം. ഹുദാ ഹാഫിസ്.